ഇന്നത്തേത് കിടിലൻ ടേസ്റ്റിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സിൻ്റെ വീഡിയോ ആണ്. ഈ ഒരു നല്ല മഴയുള്ള സമയത്ത് വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് സൂപ്പറായിട്ടുള്ള ഒരു സ്നാക്സാണിത്. നമുക്കത് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ട് പറ്റും. ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് കണ്ടുനോക്കാം, വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം ചെറിയ ചൂടുള്ള 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കാം. വെള്ളം കൂടിപ്പോവാതെ നോക്കിയിട്ട് നമുക്കിതൊന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കാവുന്നതാണ്. കയ്യിൽ ഒട്ടി പിടിക്കുകയാണെങ്കിൽ ഓയിൽ വെളിച്ചെണ്ണ എന്തെങ്കിലും കയ്യിൽ കുറേശ്ശെ ആക്കിയിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. ഇതൊരു ഡോ ആക്കി എടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ ഒരു 5 മിനിറ്റോളം കുഴച്ചെടുത്തിട്ടുള്ള ഈ ഒരു മാവ് ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒന്ന് തേച്ചെടുത്തിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മേലെയും കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കുക. ഒരു 10 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം ഞാനിത് എടുത്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ചൊന്ന് മൈദ ഇട്ട് കൊടുത്തിട്ട് അതിലേക്കൊരു ഡോ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ വലിയ ബോൾസുകളാക്കിയിട്ട് ഒരു 4 ബോൾസ് ആക്കിയിട്ട് ഞാൻ ഇതുപോലെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിൽ നിന്നൊരു ബോൾസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഞാനിതാ ഈ ഒരു രീതിയിൽ ഇതൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ബാക്കി 3 ചെയ്തെടുക്കാം. ഞാനിത് കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബട്ടറോ നെയ്യോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അതിലോട്ട് 1.5 ടീസ്പൂൺ കോൺഫ്ലവറാണ് ചേർക്കുന്നത്. ഈ ഒരു കോൺഫ്ലവർ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. കോൺഫ്ലവറിനെ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. എന്നെങ്കിലാണ് നമ്മുടെ ഒരു സ്നാക്സിന് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടുള്ളൂ കേട്ടോ. മൈദയാണെങ്കിൽ അത് സോഫ്റ്റ് ആയിട്ടാവും ഇരിക്കുന്നത്. ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അതിന് ശേഷം ഈ ഒരു ഓയിലിൽ നമ്മളൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക, ഈ ഒരു ബ്രഷ്. എന്നിട്ട് ഇതുപോലെ എല്ലായിടത്തും ഒന്നാക്കി കൊടുക്കുക. ഇതിൻ്റെ മേലേക്കായിട്ട് അടുത്തത് വെച്ച് കൊടുക്കുക. അവിടെയും നമ്മൾ ഈ ഒരു കോൺഫ്ലവർ മിക്സ് ആക്കിയത് ഒന്ന് തേച്ച് കൊടുക്കുക. അങ്ങനെ 4 നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാവുന്നതാണ്. 4-മത്തും ഞാൻ ഇതുപോലെ ഒന്ന് വെച്ചെടുത്തിട്ട് അതിൻ്റെ മേലേക്കും കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ശേഷം ഈ ഒരു സൈഡിൽ നിന്നും നമുക്ക് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. അതിനിപ്പോൾ ഇതിൻ്റെ നടുവിലായിട്ടായിട്ട് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വലിച്ചെടുക്കുകയാണ്. എന്നിട്ട് ചെറിയ ബോൾസുകളാക്കിയിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിതാ ഇതിൽ നിന്ന് ഒന്നെടുത്തിട്ട് ജസ്റ്റ് കൈവച്ചിട്ടൊന്ന് പ്രസ്സാക്കി കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കുകയാണ്. ഒരു ചെറിയ രീതിയിൽ നമുക്കൊന്ന് പരത്തിയെടുക്കാം. അതിന് ശേഷം ഞാനിതാ 2 ടീസ്പൂൺ എടുത്തിട്ട് 2 സൈഡിലേക്കായിട്ട് ഇതുപോലൊന്ന് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ നടുവിലായിട്ടായിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നടുവിലേക്കായിട്ട് ഒരു ചോക്ലേറ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മടക്കി കൊടുത്തിട്ട് ആ സൈഡ് നന്നായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക. കൈ വെച്ചിട്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് ഇതുപോലൊന്ന് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഒരെണ്ണം കൂടി ഞാനത് റെഡിയാക്കുന്നത് കാണിക്കുന്നുണ്ട്. ഇതുപോലെ ചോക്ലേറ്റ് വെച്ചെടുത്തിട്ട് ആ സൈഡൊക്കെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് അമർത്തി റെഡിയാക്കി കൊടുക്കാം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ബാക്കി കൂടി ചെയ്തെടുക്കാം കേട്ടോ. ചോക്ലേറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചോക്ലേറ്റ് ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമുക്കൊരു സ്നാക്സ് ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാം. സ്നാക്സ് ഇട്ടുകൊടുക്കുന്ന സമയത്ത് നമ്മൾ തീ ഹൈ ഫ്ലെയിമിലേക്ക് ഇടണം. അതിന് ശേഷം നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഭയങ്കര തിന്നായിട്ടും ലെയറോട് കൂടിയിട്ടും ഇരിക്കുന്നത് കൊണ്ടിട്ട് വേഗത്തിൽ നമുക്കിതൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടും. 2-3 പ്രാവശ്യമായിട്ട് നമുക്ക് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്നും ഇതൊന്ന് കോരി മാറ്റാം.
ബാക്കി കൂടി ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പം ഞാനിത് മുഴുവനായിട്ട് തന്നെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ലെയറോട് കൂടിയിട്ടും നല്ല ക്രിസ്പിനെസ്സോട് കൂടിയിട്ടാണ് നമ്മുടെ ഒരു സ്നാക്സ് ഉള്ളത്. എല്ലാവരും ഉണ്ടാക്കി നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടമായാൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക. ആ ഒരു ചോക്ലേറ്റ് കൂടി നമ്മളിതിൽ ആഡ് ചെയ്തുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇഷ്ടമായ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കേണ്ട. ഇൻഷാ അല്ലാഹ്. ഓക്കെ.